അല്ല, ഒരു മര്യാദ നാട്ടുകാരനെ നീതിപ്പണം അടുത്ത് ഉപ്പും കൂടി തിന്നുമ്പോൾ നന്ദി വേണം. പിന്നെ ഞാൻ അവരിവിടെ വന്ന ഞാൻ ചോദിച്ച ഇവിടെ എവിടെ നിന്നാണ് വേസ്റ്റ് വെള്ളം വരുന്നത്? ഇവരെ അന്വേഷിക്കാനാ സർക്കാർ ശമ്പളം കൊടുക്കുന്നത്, അറിയത്തില്ലേ? എഞ്ചിനീയറാ പുഞ്ചിനീയറാന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. അതിന് പേര് ദോഷം മൊത്തം ചെയർമാനും സർക്കാരിനും എതിരെ. ഉദ്യോഗസ്ഥന്മാരെന്താ ഉണ്ടാക്കാൻ അവിടെ ഇരിക്കുന്നത്? ഇവരൊക്കെ ജോലി അന്വേഷിക്കാൻ കണ്ടെത്തി ഇവിടെ പകർച്ചവ്യാധി ഉണ്ടോ, മുറുകുന്ന വമിക്കുന്നുണ്ടോ നോക്കുള്ള ഒരു ജോലി. അല്ല, പത്രക്കാരനെ മുമ്പിൽ കൊണ്ട് സർക്കാരിനെ വിളിച്ച് പോലെ നാളെ കിടത്തുമല്ല. അതെന്താ എന്താ 25 അവിടെ ആണേലും അല്ല, ഇവിടെ എക്സൈസ് കമ്മീഷണർ ഓഫീസുണ്ട്. സാധാരണക്കാരൻ ഇവിടെ കാണാൻ ഒരു ക്വാർട്ടർ മേടിച്ച് അവിടെ മേടിച്ച് അവനെ പിടിച്ചുകൊണ്ട് അവനെ ഇവര് പെറ്റി ഇവന്മാർ ഇവിടെ അടിക്കുന്നത് കുഴപ്പമില്ല. ദേവസ്വം ബോർഡിന്റെ ഓഫീസ് അതല്ലെന്നേ, സർക്കാർ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. ആ ചെയർമാനല്ലേ പറയട്ടെ. എനിക്ക് പിന്നെ ഒരുപാട് കാര്യം പറയാൻ പറ്റത്തില്ല. എനിക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വെള്ളം എങ്ങോട്ടേക്ക് തിരിച്ചു വിടും? കിഴക്കോട്ടും തിരിക്കാൻ പറ്റത്തില്ല, പടിഞ്ഞാറോട്ടും തിരിക്കാൻ പറ്റത്തില്ല, വടക്കോട്ടും തിരിക്കാൻ പറ്റത്തില്ല, തെക്കോട്ടും തിരിക്കാൻ പറ്റത്തില്ല. വെള്ളം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലമാണിത്. അതായത് അബാ ജംഗ്ഷൻ തൊട്ടടുത്തുള്ള മുത്തൂറ്റ് തിയേറ്ററിന് പിൻവശത്ത് KSRTCയിലേക്ക് പോകുന്ന ഭാഗം. ഈ ഭാഗത്ത് നിരവധി സ്ഥാപനങ്ങളാണുള്ളത്. ഏകദേശം 100-ൽ-അധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ വക്കീൽ ഓഫീസുകളുമുണ്ട്. ഓരോ ദിവസവും ഈ റോഡിൽ കൂടി കടന്നു പോകുന്ന ജനങ്ങളുടെ തിരക്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായിട്ട് ഈ റോഡിൻ്റെ അപാകത പരിഹരിക്കണമെന്ന് ഈ വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടതാണ്. ഈ അവസ്ഥ നിങ്ങൾ നോക്കുക. ഏകദേശം 3 അടി വെള്ളം ഈ റോഡിലുണ്ടായിരുന്നു. ഒരു വണ്ടി ഇല്ലാതെ ഈ റോഡിൽ നിന്ന് മുറിച്ച് കടക്കാനോ അല്ലെങ്കിൽ വക്കീൽ ഓഫീസിലേക്കോ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകാൻ കഴിയുകയില്ല. അത്രയ്ക്ക് അവസ്ഥയാണ്. അപ്പോൾ ഇത് നേരിൽ കാണാൻ വേണ്ടിയാണ് പത്തനംതിട്ട നഗരസഭ ചെയർമാൻ സക്കീർ ഹുസൈനും കൗൺസിലർമാരും ഇവിടെ എത്തിയത്. സംഭവം ഇവർ കണ്ട് ബോധ്യപ്പെട്ടു. എങ്ങനെ ഇതിൻ്റെ പരിഹാരം കാണും എന്നുള്ള ആലോചനയിലുമാണ്. വർഷങ്ങളായിട്ട് ഈ പ്രശ്നം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്, എന്നാൽ പരിഹാരം കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. കോൺക്രീറ്റ് ചെയ്യുമ്പോഴെങ്കിലും ഇത് ചെയ്യിപ്പിച്ച എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഓവർസിയർക്കോ ചെയ്ത കോൺട്രാക്ടർക്കോ അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾക്കോ തലയിൽ വെളിച്ചം ഉദിച്ചില്ല എന്ന് പറയണം. കാരണം ഈ വെള്ളം ഒഴുകി എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത്. ഇപ്പോൾ കടുത്ത ആലോചനയിലാണ് ഉദ്യോഗസ്ഥന്മാരും കൗൺസിലർമാരും. ഇതിൻ്റെ പരിഹാരം കണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഈ പരിഹാരം കാണുന്ന ആലോചന ഇങ്ങനെ നടക്കുമ്പോഴാണ് നാട്ടുകാരനായ ഒരുവർ കടന്നു വരുന്നത്. നാട്ടുകാരായാൽ ഇനി ഇങ്ങനെ വേണം പറയേണ്ടത്. സഭ്യമായ ഭാഷയിൽ നന്നായിട്ട് തന്നെ പറയാനുള്ള ആർജവം ഇയാൾക്കുണ്ടായി എന്ന് പറയാൻ. ഞാൻ പറയാനുള്ള ഒരു മോത്തൊക്കെ പറയും. ഇവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിച്ച് രൂപമാരൊക്കെ എന്താ നിങ്ങൾ പത്രക്കാരാണോ എന്താ ഉണ്ടാക്കാൻ പറ്റുക? പത്രത്തിന്റെ പണി ഞാനും കുറെ ചെയ്തിട്ടുള്ളതാണ്. പത്രത്തിന്റെ പണിയേ കുറെ എനിക്കും അറിയാം, ഞാനും ചെയ്തിട്ടുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. വേസ്റ്റ് വെള്ളം വരുന്നതെന്ന് KSRTC ആണ് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അതിന് നിയമ നടപടി സ്വീകരിക്കണ്ടേ? അതാണോ സാറേ ശരി? അത് അവർ ചെയ്യത്തില്ലേ? ഈ തീട്ടക്കുഴിക്കകത്തൂടെ വരുന്നത്. ഞാൻ ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷെ എങ്കിലും ദൈവവിശ്വാസം ഞാൻ എതിരുമല്ല. അവരാണല്ല ഇവിടെ വരുന്ന, അവർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല. രാവിലെ അവിടെ കാവ്യോക്കിൽ വന്നപ്പോൾ ഒരാൾ ഇവിടെ ബൈക്കെ കൊണ്ടുവന്ന് അടിച്ചുവിട്ട് വീണു. പറയേണ്ട കാര്യങ്ങൾ ഇത്തരത്തിൽ നാട്ടുകാർ മുഖത്ത് നോക്കി പറഞ്ഞാൽ നിന്ന് കേട്ട് ചൂളിക്കൊണ്ട് നിൽക്കാനേ പറ്റുകയുള്ളൂ. ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെ തന്നെയാണ്. അതിന് മറുപടി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്കോ മറ്റുള്ളവർക്കോ പറ്റില്ല. കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ഇതൊരു തമാശയായിരുന്നില്ല ഇയാൾ പറഞ്ഞത്. ഈ നാട്ടിലുള്ള നിരവധി ജനങ്ങൾ പറയേണ്ടുന്നതായ വാക്കുകളാണ് മാന്യമായ ഭാഷയിൽ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇങ്ങനെ പറയാനുള്ള ആർജവം നാട്ടുകാർക്ക് ഉണ്ടാകണം. കേൾക്കുക. സർക്കാർ കൃത്യമായ ശമ്പളവും പെൻഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. അത് മേടിച്ച് തിന്നുമ്പോൾ ഉപ്പും കൂടി തിന്നുമ്പോൾ അതിന് നന്ദി കാണിക്കണമെന്ന് പറയാൻ ആദ്യം അവിടെ ഇരുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെയർമാൻ എന്ന് പറയാൻ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് ചെയർമാനാണ്. ആ ഒരു മാന്യതയും കാണിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ.
സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. ഏപ്രിൽ 21 മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു. ഏവർക്കും സ്വാഗതം.